പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷൈജു ചേട്ടൻ. ആളുടെ ഒരുപാട് സ്വപ്നം കൂടിയാണ് നമ്മുടെ ചേർന്നല്ലുള്ളതാണെങ്കിലും ഇപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം ടിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്, ഡ്രീമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഷൈജു ചേട്ടൻ നമ്മുടെ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. എങ്ങനെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ഇനിയും എന്ന് കൂടി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. കാറ്റമൗണ്ട് ചേരാനല്ല തുടങ്ങിയിട്ട് 12 വർഷമായി. ഇപ്പോൾ നല്ല എൻ്റെ ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധ്രുവനാണെങ്കിലും വിജിതാണെങ്കിലും ഒരുപാട്, ഇപ്പോൾ ചായപ്പച്ചനാണെങ്കിലും ടോവിനോ ആണെങ്കിലും ഉണ്ണിമുതനാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ട്രെയിൻ ചെയ്യാൻ സാധിച്ച്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും സെലിബ്രിറ്റികളായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. നിങ്ങളുടെ പ്രയാസം എൻ്റെ ഒരു പ്രയാസമാണ്. നിങ്ങൾക്ക് ആ പ്രയാസത്തെ മറികടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. കാരണം മറ്റുള്ളവർ വന്ന് ഫാമിലി പറയാറുണ്ട്, ഓരോരുത്തർക്ക് ഒരു നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന, പല പ്രശ്നം, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുമ്പോൾ ഫാമിലി വന്നിട്ട് നമ്മുടെ ഒരു ഭാര്യമാരെ വന്ന് നമുക്ക് താങ്ക്സ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയാൻ ഷൈജു നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അതൊക്കെയാണ് ധ്രുവമായി എന്നുള്ളതൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു തരുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, മസിലോ അങ്ങനെയുള്ളൊരു വലിയ ബോഡി ബിൽഡിങ്ങോ ഒന്നുമല്ല. നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒന്നുമല്ല. ഇപ്പോൾ സെലിബ്രിറ്റികൾക്ക് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യമാണ്. ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, അതനുസരിച്ച് നമ്മൾ ഡയറ്റ് കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഫേസ് ടു ഫേസ് എന്ന് സംസാരിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി, നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളുകളെ കുറിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് എവിടെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി, ആദ്യം നമ്മൾ ബോഡിയുടെ അനാലിസിസ് എടുത്ത് മസിൽസിൻ്റെ മെറ്റാബോളിസോ പ്രോട്ടീൻ ഇതൊക്കെ എല്ലാം നോക്കി, മിനറൽസ് വൈറ്റമിൻസ് എല്ലാം നോക്കിയതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഡയറ്റ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് ലിവറിലോ കിഡ്നിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജിമ്മുകളിലും കൊണ്ട് നമ്മൾ ഡയറ്റ് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ആരും ഡോക്ടേഴ്സ് അല്ല, ഇവിടെ ഒരു ട്രെയിനറും ഡോക്ടറല്ല. ഡോക്ടറായിട്ടുള്ള ട്രെയിനർമാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ഡോക്ടറല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മളുടെ ജിമ്മിൽ തന്നെ വരുന്ന ഓരോരുത്തരുടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു, ഫിസിയോതെറാപ്പിസ്റ്റുണ്ട്, അവരൊക്കെ സംസാരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഫിറ്റ്നസ്, നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് ഓടി ചാടി തലകുത്തി മുറക്കൊക്കെ നമ്മുടെ ആൾക്കാരാണ്. പക്ഷേ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇരുന്ന് പോയി. പിന്നെ അതിൽ നിന്ന് കയറി വരാൻ എൻ്റെ അടുത്ത് ചില ആൾക്കാർക്ക് ഫോൺ ചെയ്യാൻ നേരത്തോടെ ചേട്ടൻ എനിക്ക് 32 വയസ്സായി, എനിക്കിനി ചെയ്യാൻ പറ്റും. വലിയ സംഭവത്തോടെ 32 വയസ്സ്. ഞങ്ങളുടെ അടുത്ത് ജിമ്മിലൊക്കെ ഒരു 65-70 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഡെഡ് ലിഫ്റ്റ് KG ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, സ്ക്വാട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം വേറെ ഏത് പ്രായക്കാർക്കും നമുക്ക് വർക്കൗട്ട് നിർബന്ധമുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ദിനചര്യകൾ അങ്ങനെയാണ്. ഭക്ഷണങ്ങൾ, ട്രാവൽ കൂടുതൽ, എല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആർക്കും സമയമില്ല. പക്ഷെ ഞാൻ ഈ കാറ്റമൗണ്ട് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്, നിങ്ങൾ ഒരു ദിവസം ഒരു 45 മിനിറ്റെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കണം. ആ 45 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജിത പറഞ്ഞിട്ട് ഇത് 3 to 4 മന്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെറ്റാബോളിസം നന്നാവും, നിങ്ങളുടെ ഹെയർ നന്നാവും, നിങ്ങളുടെ സ്കിൻ നന്നാവും, നിങ്ങളുടെ മസിൽസിന് ഇതുകൊണ്ട് ബലം വെക്കും. അങ്ങനെ നമ്മൾ ഇന്റേണൽ ഓർഗൻസിന് കംപ്ലീറ്റ് ഇതാവും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നേക്കുന്ന എല്ലാവരും എൻ്റെ ജിമ്മിൽ തന്നെ ഈ ജിം കാറ്റമൗണ്ടിൽ വന്ന് തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ അവിടെയും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എല്ലാ ജിമ്മിലും നല്ല കഴിവുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെയിനേഴ്സ് മാത്രമല്ല, എല്ലാ ജിമ്മുകളിലും നല്ല ട്രെയിനേഴ്സ്, നല്ല കഴിവുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ജിമ്മിൽ നിങ്ങൾക്ക് സൗകര്യം, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഇവിടുന്ന് ഞാൻ ഇവിടെ തുടങ്ങാനുള്ള റീസൺ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. എനിക്ക് ചെറായി, മുനമ്പം, ഒരു ഭാഗത്തുനിന്ന്, ഞാനക്കൽ ഭാഗത്തുനിന്ന്, വൈപ്പിൻ ഭാഗത്തുനിന്ന് ഒരുപാട് ക്ലയൻസ് അവിടെ പേഴ്സണൽ ട്രെയിനിങ് എടുത്തുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വർഷങ്ങൾക്കും പറയും കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ജിമ്മിട് ഞങ്ങൾ ഇത്ര പേരുണ്ട് ട്രാവൽ ചെയ്യട്ടെ. ഇപ്പോൾ ധ്രുവമ്പായി എൻ്റെ അടുത്ത് പറഞ്ഞു കടവന്തര കൊണ്ടുവന്നൊരു ജിമ്മിടാൻ പറഞ്ഞു. അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് അവിടെ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട്, അപ്പം ഞാൻ ഒന്ന് നോക്കി സാറിൻ്റെ ബിൽഡിംഗ് ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു. സാറാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിജിത് പറഞ്ഞിട്ട് അച്ഛനെ പോലെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ വളരെ സഹകരണം. ബിൽഡിംഗ് ഓണർ സഹകരിച്ചില്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകാൻ പറ്റും. ബിൽഡിംഗ് ഓണറിന്റെ സഹകരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഞങ്ങളൊന്ന് ഫസ്റ്റ് ടൈമിൽ സംസാരിച്ചപ്പോൾ തന്നെ ബിൽഡിംഗ് ഓണറിൻ്റെ ഭാഗത്ത് ക്ലിയർ ആണ്, അത് മനസ്സിലാക്കി ഞാൻ പറയും ഓക്കെ മുന്നോട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ചുരുക്കം ഇത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ 3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യണം. എല്ലാ 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ TMT ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഭയങ്കര ഗുണം ചെയ്യും. കാരണം അടുത്ത അസുഖം വരുന്നതിന് മുമ്പ് നമുക്കൊരു 6 മാസം മുമ്പ് ചികിത്സ തുടങ്ങാൻ പറ്റും. മനസ്സിലാക്കി എല്ലാവരും കഴിഞ്ഞിട്ടാണ് ചെയ്തത്. മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്, രോഗം വരുന്നതിന് മുമ്പ് ചികിത്സ 2500 വെച്ച് ചികിത്സിക്കാൻ പറയുമ്പോൾ ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് രോഗം വന്ന് 2.5 ലക്ഷം രൂപ ചികിത്സിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡിൽ ഒന്നും കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നഷ്ടമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും വേണോ അവർക്ക്, എന്തെങ്കിലും അസുഖം വേണം എന്നാലും മുതലാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം 3 മാസം 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ആകുമ്പോൾ കൂടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് സ്ത്രീകൾ 30 വയസ്സിന് മേലുള്ളവർ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ്, വൈറ്റമിൻ ഡി കുറവുണ്ട്. എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവായിരിക്കും. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ കഴിക്കണം. അതുപോലെ വൈറ്റമിൻസ്, പിന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ് അത് കഴിക്കണം. അതൊക്കെ നിർബന്ധമുള്ള ആസിഡ്. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡയറ്റ് പിടിക്കുക. ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിചാരിക്കുന്ന വെച്ചിട്ട് പട്ടിണി കിടക്കുന്നൊന്നല്ല, നല്ലതല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ കാവുന്നുള്ള ഇതിൽ കയറി നല്ല ഇതായിരുന്നു. കാരണം ഞാനപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. കാരണം ഡയറ്റ് ഫുഡ് അവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വെക്കാം എന്നുള്ളത്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ വേറെ ഒന്നല്ല, അതിന് ഹെൽത്തി മീലൊക്കെ കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാവരും ഹെൽത്തി അല്ല, ജങ്ക് ഫുഡും ടേസ്റ്റി ഫുഡിലേക്ക് കയറി പോകുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരും